എക്സാംസ് അടുത്ത് വരികയാണ്. നമ്മൾ സഹായിക്കാൻ ചൊല്ലുമ്പോൾ കുട്ടി വല്ലാതെ ദേഷ്യപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ ഒത്തിരി പേടിച്ചിരിക്കാറാണോ? പഠിക്കുക എന്ന് പറയുന്നതിന് പകരം പ്രഷർ നൽകാതെ ഒരു ടീം വർക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ഇന്ന് എത്ര ഭാഗം പഠിച്ചു തീർത്തു എന്നായിരിക്കും. ഇതിന് പകരം നിനക്ക് എന്തെങ്കിലും സഹായം വേണോ, പഠിക്കുന്നതിനിടക്ക് ബോറടിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. മാർക്കിനേക്കാൾ ഉപരി അവരുടെ മനസ്സമാധാനത്തിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. അത് അവരുടെ ആത്മവിശ്വാസത്തിന് ഗുണം ചെയ്യും. എക്സാം സമയത്ത് കുട്ടിയുടെ ബ്രെയിൻ വല്ലാതെ ടയേർഡായിരിക്കും. ആ സമയത്ത് ചുറ്റുമുള്ള ശബ്ദങ്ങൾ അവർക്ക് അസഹനീയമായി തോന്നാം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലെ ടിവിയുടെ ശബ്ദവും മറ്റും കുറച്ചു വെക്കാം. അവരെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം അവർ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഇരുന്ന് ഒരു ബുക്കോ മറ്റോ വായിക്കുക. നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ളത് അവർക്കൊരു ധൈര്യമാകും. സംടൈംസ് ലിറ്റിൽ തിങ്സ് മാറ്റർ. അവരെ ചോദിക്കുന്നതിന് മുന്നേ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സോ ഡ്രിങ്ക്സോ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഇടയ്ക്ക് നമുക്കൊരു വാക്കിന് പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കാം. ഇത് അവരുടെ ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കാൻ സഹായിക്കും. അവർ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ നിങ്ങൾ ഒരു അധ്യാപകനല്ല, മറിച്ച് ഒരു ടീം പ്ലെയർ ആവുക. മാർക്കിനേക്കാൾ വിലയുള്ളതാണ് നിങ്ങളുടെ കുട്ടിയുടെ മാനസികാരോഗ്യം. എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിലെ ചെറിയൊരു ഘട്ടം മാത്രമാണ്. അതിന് നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. Because they don't have to fight it alone. We are here for you.